തായ്വാനിൽ പതിറ്റാണ്ടുകളോളം പട്ടാളഭരണം നടത്തിയ ചൈനീസ് ഏകാധിപതി ചിയാങ് കൈഷക്കിൻ്റെ പ്രതിമകൾ നിരത്തുകളിൽ നിന്ന് നീക്കാൻ ഉറപ്പിച്ച് തായ്വാൻ്റെ നിരത്തുകളിൽ ഏകദേശം 760 പ്രതിമകളാണ് ചിയാങ്ങിൻ്റേതായുള്ളത്. ഐക്യ ചൈന എന്ന സ്വപ്നം സഫലമാക്കാൻ തായ്വാൻ അടക്കമുള്ളവയെ കൂട്ടിച്ചേർക്കാൻ ചൈന ശ്രമം നടത്തുന്ന കാലത്താണ് ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. തായ്വാൻ തങ്ങളുടെ അവിഭാജ്യ ഘടകമെന്ന വാദത്തിൽ നിശ്ചയിക്കുകയാണ് ചൈന. എന്നാൽ തങ്ങൾ സ്വന്തം രാജ്യമാണെന്ന് പറയുന്ന തായ്വാനിൽ ഇപ്പോൾ ഭരണത്തിലുള്ളത് ചൈനീസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സ്ഥാനാർത്ഥിയായ വില്യം ലായയാണെന്നതും പുതിയ നീക്കത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. 1975 മരിക്കും വരെ റിപ്പബ്ലിക് ഓഫ് ചൈനയിലും തുടർന്ന് തായ്വാനിലും പ്രസിഡൻ്റായിരുന്നു ചിയാങ്. ഇദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 2018 തായ്വാൻ സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കമ്മിറ്റി രൂപീകരണത്തിന് കാരണമായതാകട്ടെ ചിയാങ്ങിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമാണ്. പ്രതിമകൾ നീക്കം ചെയ്യുന്നതിൽ സർക്കാരിനെതിരെ ഇവർ രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു കമ്മിറ്റിയുടെ രൂപീകരണം. ചിയാങ്ങിൻ്റെ പൈതൃകത്തെക്കുറിച്ച് ചർച്ചകൾക്കിടയിലും വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി പ്രതിമ നീക്കണമെന്ന പക്ഷക്കാരാണ്. എന്നാൽ പ്രതിപക്ഷമായ KMT നടപടിയിലൂടെ ചരിത്രം മായ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന വാദമാണ് ഉയർത്തുന്നത്. ചൈനയിലും പിന്നീട് തായ്വാനിലും സൈനിക പരിശീലന അക്കാദമികൾ സ്ഥാപിച്ച ചിയാങ്ങിനെ ആദരിക്കേണ്ടതുണ്ടെന്നും ഇവർ പറയുന്നു. എന്നാൽ അനിശ്ചിതമായി വിഷയത്തിൽ തീരുമാനം നീളുകയാണ്. ചിയാങ്ങിൻ്റെ പ്രതിമകളാൽ തായ്വാൻ നിറഞ്ഞിരിക്കുന്നു. അവ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് വർഷങ്ങളായി സർക്കാരും ചിന്തിക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ വേണ്ടത്ര വേഗത്തിൽ കാര്യങ്ങൾ നീക്കുന്നില്ലെന്ന വിമർശനവുമുണ്ട്. അതിനാൽ ഉടൻ തന്നെ പ്രതിമകൾ നീക്കുമെന്ന് സർക്കാർ ഉറപ്പു തരികയാണെന്ന് ക്യാബിനറ്റ് ഉദ്യോഗസ്ഥൻ ഷിങ്പു തായ് നിയമസഭയിൽ കഴിഞ്ഞ വർഷം പറഞ്ഞത്. ചിയാങ്ങിൻ്റെ നേതൃത്വത്തിൽ തായ്വാനിലെ ജനത ക്രൂരമായ പട്ടാള നിയമങ്ങളിൽപ്പെട്ട് വലഞ്ഞവരാണ്. 1987 സൈനിക നിയമപ്രകാരം 1,40,000-ഓളം ആളുകൾ തടവിലാക്കപ്പെടുകയും 4,000-ഓളം പേർ വധിക്കപ്പെടുകയും ചെയ്തുവെന്ന് ഭരണകക്ഷി ചൂണ്ടിക്കാട്ടുന്നു. ജപ്പാന്റെ അധിനിവേശത്തിലായിരുന്ന തായ്വാൻ സ്വതന്ത്രമായത് രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിലാണ്. അന്ന് ചൈനയിൽ ചിയാങ്ങിന്റെ കുമിന്താങ് വിഭാഗവും മാവോ സെ തുങ്ങിന്റെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള അധികാര തർക്കവും നടന്നു. ഒടുവിൽ മാവോ വിഭാഗം വിജയിക്കുകയും 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരികയും ചെയ്തു. പരാജയപ്പെട്ട കുമിന്താങ്ങുകൾ തായ്വാൻ ദ്വീപിലേക്ക് എത്തി റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചു. ഇതാണ് പ്രതിപക്ഷം പറയുന്ന പൈതൃകം. അന്നു മുതൽ ചിയാങ്ങിന്റെ കീഴിൽ ഒറ്റ പാർട്ടി ഏകാധിപത്യമാണ് രാജ്യത്തുണ്ടായത്.